കളരിപ്പയറ്റാണ് തമിഴ്നാട്ടുകാരുടെ അടിമുറി. ശത്രുവിനെ വേഗത്തിൽ കീഴ്പ്പെടുത്താൻ സഹായിക്കുന്ന വേഗമേറിയ അടി, തട, മർമ്മവിദ്യകൾ എന്നിവയാണ് അടിമുറയുടെ കാൽ. ആലപ്പുഴ കുറത്തിക്കാട്ടെ നിഞ്ച അക്കാദമിയിൽ 10 വർഷമായി അടിമുറയിൽ പഠിപ്പിക്കുന്നുണ്ട്. അടിമുറ എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായ ഒരു ആർട്ടാണ്. നമ്മൾ കളരിയെ പോലെ തന്നെയാണ്, എങ്കിൽ പോലും നമുക്ക് മുമ്പോട്ട് കുറച്ച് സാധ്യതകൾ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് തിരഞ്ഞെടുത്തു. നമ്മുടെ ഇന്ത്യയുടെ ചീഫ് സെൽവരാജ് മാഷാണ് എന്നെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹം കുറേ നിരവധി പടത്തിൽ സ്റ്റണ്ട് മാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയൊരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അണ്ടറിലാണ് എന്നെ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രായഭേദമന്യേ ധാരാളം ആളുകൾ അവിടെ അഭ്യസിക്കുന്നു. അമ്മയും മക്കളുമൊക്കെ ഒന്നിച്ചു തന്നെ. ശാരീരികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നതൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതെല്ലാം മാറി ഇപ്പം നന്നായിട്ടിരിക്കുന്നു. അങ്ങനെ ചാമ്പ്യൻഷിപ്പിന് പോയി ഞങ്ങൾ കന്യാകുമാരിയിൽ ഏപ്രിൽ 4-ന്. അടിമുറയായിരുന്നു. അത് മാസ്റ്ററൊക്കെ നല്ലപോലെ പഠിപ്പിച്ചെല്ലാം എന്തായാലും അതെടുത്തു ഗോൾഡ് മെഡൽ കിട്ടി. ഇവരെല്ലാവരും കൂടിയാണ് കഴിഞ്ഞ മാസം കന്യാകുമാരിയിൽ നടന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ പോയത്. തുടർച്ചയായ 2ാം തവണയും കപ്പ് തൂക്കി. സ്കൂളിലൊക്കെ പിടിക്കുമാരെങ്കിലും ഇല്ല. ഈ മത്സരത്തിന് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ആണോ? എത്ര സമ്മാനം കിട്ടി? 2 ആണോ? ജൂൺ മാസം ചെന്നൈയിൽ നടക്കുന്ന ലോക അടിമുറൈ ചാമ്പ്യൻഷിപ്പിനുള്ള തയ്യാറെടുപ്പിലാണിവർ. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. ആ പ്രായമായ അമ്മയാണ് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത്, സന്തോഷിപ്പിച്ചത് കേട്ടോ. ശരിക്കും ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ ഒരു ആയോധന കല അഭ്യസിക്കാനും മത്സരങ്ങൾക്കൊക്കെ പോകാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നത് വളരെ വലിയൊരു കാര്യമാണ്. രഘുനാഥ് നാരായണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഘു, അടിമുറി എന്നത് ഞാൻ ആദ്യമായി കേൾക്കുന്നു, കാണുന്നു. രഘു, ഇത് നേരത്തെ അറിയാവുന്ന ഒരു ആയോധന കലയാണോ? രഘുവിന് നേരത്തെ പരിചയമുണ്ടോ? എന്നെ പോലെ തന്നെ ഈ വാർത്ത കാണുന്ന പലരും ആദ്യമായിട്ടായിരിക്കും ഈ അടിമുറൈ എന്നുള്ള ഒരു വാക്ക് കേൾക്കുന്നത്. കാരണം ഈ ദിവോദാസ് എന്നെ കുറച്ച് നാൾ മുൻപ് വിളിച്ചിരുന്നു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഞങ്ങൾക്ക് അവാർഡ് കിട്ടി. അപ്പോൾ ഞാൻ എന്തിനാണ് അവാർഡ് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഇത് അടിമുറൈ എന്നുള്ളൊരു അഭ്യാസ പ്രകടനത്തിലാണ് എന്നുള്ളതാണ്. എനിക്ക് വലിയ കൗതുകം തോന്നി ഇതെങ്ങനെ ഇരിക്കുമെന്നൊക്കെ. അപ്പം നമ്മൾ യൂട്യൂബൊക്കെ നോക്കുമ്പം അല്ലെങ്കിൽ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇത് ഒരു സാധാരണമായിട്ടുള്ള കുറച്ചധികം ആളുകളൊക്കെ പരിശീലനം നേടുന്ന ഒരു അഭ്യാസമാണ്. തിരുവനന്തപുരത്തിന് തെക്കും, പ്രധാനമായും തിരുവനന്തപുരത്തിൻ്റെ തെക്ക് ഭാഗത്തേക്കും തമിഴ്നാട്ടിലുമൊക്കെയാണ് ഉള്ളത്. കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ പരിശീലനമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഓൺലൈനിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ അത് നേരിട്ട് കാണുമ്പോൾ വളരെ രസകരമാണ്. എന്ന് മാത്രമല്ല ആ സ്ഥലത്തേക്ക് നമുക്ക് ചെല്ലുമ്പോൾ വലിയ കൗതുകമൊക്കെ തോന്നും. നമ്മൾ വാർത്തയിൽ പറഞ്ഞതുപോലെ പ്രായം ചെന്ന ആളുകളുണ്ട്, കുഞ്ഞ് മക്കളുണ്ട്, LKG UKG ഒക്കെ പഠിക്കുന്ന കുഞ്ഞു മക്കളുണ്ട്, 60 വയസ്സ് കഴിഞ്ഞ ആളുകളുമുണ്ട്. എന്ന് മാത്രവുമല്ല നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിലുള്ള ആളുകളിൽ പലരും അച്ഛനും മക്കളുമുണ്ട്, അമ്മയും മക്കളുമുണ്ട്. അവരെല്ലാവരും ഒന്നിച്ചാണ് പരിശീലിക്കാൻ വേണ്ടി വരുന്നത്. ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ആയോധന കലകളൊക്കെ അഭ്യസിക്കുന്നത് ആരോഗ്യത്തിന്, മാനസികാരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും മാത്രവുമല്ല, കുട്ടികൾ മറ്റിടങ്ങളിലേക്ക് പോകാതെ ഇത്തരത്തിൽ അവരുടെ കായികക്ഷമതയും മാനസികക്ഷമതയും ഒക്കെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടിയാവും. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ തന്നെ സംസ്ഥാനത്ത് വലിയ രീതിയിൽ മയക്കുമരുന്നിൻ്റെയൊക്കെ ഉപയോഗം കൂടി വരികയാണ്. കുട്ടികളടക്കമുള്ള ചെറിയ കുട്ടികളടക്കം അതിൽ പെട്ടുപോകുന്നുമുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു പരിധിവരെ നമുക്ക് കുഞ്ഞുങ്ങളെ, അവരുടെ ശ്രദ്ധയും അവരുടെ ആരോഗ്യവും അവരുടെ ഊർജ്ജവുമൊക്കെ ഇത്തരം മേഖലയിലേക്ക് വഴിതിരിച്ചു വിട്ടാൽ അവർക്ക്, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ, കായികമായും ബൗദ്ധികമായും ഒക്കെയുള്ള ആ ഒരു ഉന്മേഷവും ഉണർവും ഒക്കെ കിട്ടും. എന്തായാലും അടുത്ത മത്സരത്തിന് പോകുന്ന ഈ ടീമിന് എല്ലാവിധമായ ആശംസകളും നേരാം. നമുക്കത്ര പരിചിതമല്ലെങ്കിലും തമിഴ്നാട്ടിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവിതാംകൂറിൻ്റെ തെക്കൻ മേഖലകളിലടക്കം ഇത് വ്യാപകമായി പ്രചാരണമുള്ള എന്തായാലും അടിമുറൈ എന്നതിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് രഘു പറയുകയായിരുന്നു. മാനസികമായും ശാരീരികമായും ഒക്കെ ഊർജ്ജസ്വലരാക്കാൻ ഇതുപോലുള്ള ആയോധന കലകൾ നമ്മളെ സഹായിക്കുമെന്നതാണ്. കുട്ടികളും മുതിർന്നവരും ഒക്കെ പ്രായഭേദമന്യേ എല്ലാവരും ഇത് പരിശീലിക്കുന്നുണ്ട് എന്നതും ഒരു മനോഹരമായ ഒരു കാഴ്ച കൂടിയായിരുന്നു. ശരി രഘു.